മനുഷ്യന്മാരിന്റെ കാര്യല്ലേ മാന് നിന്ന് നിപ്പില് വരെ ഓരോരുത്തരും മരിച്ചു പോണു പിന്നെയാണോ ഇപ്പൊ ഈ കാല് വേദന വേദനിക്കുന്നു വേദനിക്കുന്നു. അല്ല നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ നിക്കാണോ? ഒരു ഡ്രസ് എടുക്കാൻ പോവാ ഞങ്ങള്. ഇനിയിപ്പോ ഡ്രസ്സും കുന്തോന്നും എടുക്കണ്ട മാനെ, ആ പൈസ കൂടെ എനിക്ക് തായോ. എനിക്ക് നാളെ ആശുപത്രി വരെ ഒന്ന് പോണം. കാല് വേദനിച്ചിട്ട് വയ്യാ. എന്തിനാ ഇപ്പൊ നാളേക്കൊക്കെ ആക്കണത്? നമുക്ക് ഇപ്പൊ തന്നെ പോവാ. ഉമ്മാക്ക് ഇപ്പൊ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയല്ലേ. ഇക്ക ഉമ്മാനെ പിടിക്ക്. വേണ്ട മാനെ വേണ്ട. ഞാൻ നാളെ പോവാ ഞാൻ. എനിക്കിപ്പോ ഒരു മരുന്നുണ്ട്, അത് കഴിച്ചാ കുറച്ച് കുറവ് കിട്ടും. ഞാൻ നാളെ പോവാ. എനിക്ക് പൈസ വന്നാ മതി മാനെ. പൈസ തായോ, ഞാൻ നാളെ പോവാ. അയ്യോ വേണ്ടക്ക, ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇതിപ്പോ ഉമ്മാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ കയ്യും കാലും വേദനയൊക്കെ. അതും ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം. അപ്പൊ അതെ കാര്യമായിട്ട് തന്നെ നോക്കണക്ക. എന്റെ ഒരു കൂട്ടുകാരിന്റെ അമ്മായിമ്മയ്ക്ക് ഇത് അസുഖമായിരുന്നു. അവരിങ്ങനെ ഭാര്യയും ഭർത്താവായിട്ട് പുറത്തേക്കൊക്കെ പോവാൻ നിന്നാലേ അപ്പൊ അവളുടെ അമ്മായിമ്മയ്ക്ക് ഇങ്ങനെ കൈവേദന, കാലുവേദന, അവിടെ വേദന, അങ്ങനെ ഓരോ അസുഖങ്ങൾ വരും. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ, പിടിച്ച പിടിയാലെ ആശുപത്രിക്ക് കൊണ്ടുപോയി. ഉമ്മാനെ പോലെ തന്നെ ആശുപത്രിക്ക് വിളിച്ചവര് പോവുകയില്ല. അവരെങ്ങനെയൊക്കെയോ ആശുപത്രിക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്തായി, ഡോക്ടറെ കാലങ്ങോട്ട് മുറിച്ചു കളഞ്ഞു. അയ്യോ എന്റെ കാല്. ഇപ്പൊ അവർക്ക് കാലുവേദനയില്ല, കൈവേദനയില്ല, ഒരു വേദനയില്ല. ഇപ്പൊ ഒരു മൂലയ്ക്ക് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അയ്യോ എന്റെ കാല്. അപ്പൊ ഞാനേ അവിടെ നിന്ന് ഡോക്ടറിന്റെ നമ്പർ ഒന്ന് മേടിച്ചിട്ടേ നമുക്ക് ഉമ്മാനെ അവിടേക്ക് കൊണ്ടുപോവാ. എന്തിന്? ചിലപ്പോ ആ കാലങ്ങോട്ട് മുറിച്ചു കളഞ്ഞാൽ ആ വേദന അങ്ങോട്ട് പോവായിരിക്കും. കാല്. ഞാനേ ആ നമ്പർ ഒന്ന് മേടിക്കട്ടെ കേട്ടോ. ഇതൊന്ന് നാളേക്ക് വേണ്ടിട്ട് വെച്ചാലേ ശരിയാവില്ല. പോയി കാലുവേദന പോയി. നോക്ക്, ഒരു കുഴപ്പമില്ല, നല്ല സുഖമുണ്ട് എനിക്ക്. പോയട മേനെ, കാലുവേദനയൊക്കെ പോയി. ഇനിയിപ്പോ ഡോക്ടറെ ഒന്ന് വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടണ്ട. പോയി വേദനയൊക്കെ പോയി.